ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഞാനും എൻ്റെ കുഞ്ഞും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ നിസ്കാരമാണ്. നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. എല്ലാ മുഅ്മിനീങ്ങൾക്കും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് 5 വക്ത് നിസ്കാരം. നമ്മുടെ നിസ്കാരത്തിൻ്റെ ഹാലെന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ നമ്മൾ 5 വക്തും ഖളാ ആകാതെ നിസ്കരിക്കും, അതിനു വേണ്ടി ശ്രമിക്കും, അതിൽ നല്ല ശ്രദ്ധ കൊടുക്കും. എന്നാൽ മറ്റ് ചില ദിവസങ്ങളിലോ ഭയങ്കരമായ മടി, നിസ്കരിക്കാമെന്ന് മാറ്റിവെച്ച് സമയമറിയാതെ കടന്നുപോയി നിസ്കാരം ഖളാ ആകുന്നൊരവസ്ഥ. അതല്ലെങ്കിൽ മടി പിടിച്ച് കിടക്കുക, നാളേക്ക് വേണ്ടി മാറ്റിവെക്കുക. നാളെ ഞാൻ നന്നായിക്കോളാം, നാളെ ഞാൻ 5 വക്ത് നിസ്കാരം നിസ്കരിച്ച് ഖളാ ആകാതെ സമയത്തിന് നിസ്കരിച്ച് തുടങ്ങിക്കോളാം എന്നൊക്കെ ഒരു ചിന്ത. അതൊക്കെ നമ്മളെല്ലാവരിലും സർവ്വസാധാരണമായി കാണുന്ന ഒരു കാര്യമാണ്. വളരെ സൂക്ഷ്മമായിട്ടും ശ്രദ്ധാപൂർവം ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കുള്ള 5 വക്ത് നിസ്കാരം. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്ത് പ്രയാസമുണ്ടെങ്കിലും നീ നിസ്കരിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്ത് അസുഖമുണ്ടെങ്കിലും ഖളാ ആകുവാനുള്ളൊരു ഓപ്ഷൻ റബ്ബ് സുബ്ഹാനഹു വ തആല തന്നിട്ടില്ല. നിനക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കുക. അതിന് തന്നെ മഹാന്മാർ ഒരുപാട് വ്യാഖ്യാനങ്ങൾ തന്നിട്ടുണ്ട്. ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ നിന്ന് നിസ്കരിക്കുക എന്നുള്ളത്. ഒരാളെ നിർത്തി താങ്ങി പിടിച്ച് നിർത്താൻ കഴിവുള്ളവനാണ്, കൂലി കൊടുത്ത് നിർത്താൻ കഴിവുള്ളവനാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം എന്നൊക്കെയാണ് അതിന് മഹാന്മാർ അർത്ഥം നൽകുന്നത്. അതുപോലെ തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കുക, കിടന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ കിടന്ന് നിസ്കരിക്കുക. ഇതിനൊന്നും കഴിയില്ല, കണ്ണ് മാത്രമാണ് നിങ്ങൾക്ക് ചിമ്മാൻ കഴിയുന്നതെങ്കിൽ ആ കണ്ണ് കൊണ്ട് നിസ്കരിക്കുക. അതിനും കഴിയില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയുന്നെങ്കിൽ മനസ്സിൽ നിങ്ങൾ നിസ്കരിക്കുക. കാരണം അത്രയ്ക്ക് നിസ്കാരത്തിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഇസ്ലാമിൽ. അത് അള്ളാഹുമായുള്ളൊരു കൂടിക്കാഴ്ചയാണ്. നമ്മളൊക്കെ നിസ്കരിക്കും, പക്ഷെ നിസ്കരിച്ചോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ്. കാരണം നമ്മുടെ മനസ്സ് വേറെ എവിടെയോ ആണ്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരും. ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പോലും അപ്പോഴാണ് നമുക്ക് ഓർമ്മയിൽ വരിക. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ മനസ്സ് പാറിപ്പറന്ന് എങ്ങോട്ടോ പോയി, നമ്മുടെ ശരീരം മാത്രമാണ് ഇവിടെ നിസ്കരിക്കുന്നത്. അങ്ങനെയല്ല വേണ്ടത്. നമ്മുടെ മനസ്സും അതിൽ വഴിപ്പെട്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിലാണ് ഞാൻ നിസ്കരിക്കുന്നത് എന്ന ബോധത്തോടെ, ആ ഭയത്തോടെ, ആ ഒരു ചിട്ടയോടെ നിസ്കരിക്കണം. എന്നാൽ ആ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. നിസ്കാരത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം നമ്മുടെ മനസ്സും നിസ്കാരത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. നമ്മൾ ചൊല്ലുന്നതിൻ്റെ അർത്ഥം അത് മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്തൊക്കെ ചെയ്യുന്നു, ഏതൊക്കെ ചെയ്യുന്നു, അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു ഉടമയുടെ മുന്നിൽ ഒരു അടിമ നിൽക്കുന്നത് പോലെ വളരെ സാധുവായിട്ട് നിന്ന് നിസ്കരിക്കുക. ആ ഒരു ഭയം, റബ്ബിൻ്റെ മുന്നിലാണ് ഞാനുള്ളത് എന്നുള്ള ആ ഭയത്തിൽ നിസ്കരിക്കുക. അപ്പോൾ ആ നിസ്കാരം കഴിഞ്ഞാൽ നമുക്കൊരു കിട്ടുന്ന സമാധാനമുണ്ട്, ഒരു മനസ്സിനൊരു സുഖമുണ്ട്, ഒരു സംതൃപ്തിയുണ്ട്, അത് ലഭിക്കും. ഇതൊന്നും ലഭിക്കാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി പോയി നമുക്ക് ഒരു സുഖം കിട്ടിയില്ല. നമ്മളെന്തൊക്കെയോ ചെയ്ത് കൂട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. നമ്മുടെ എല്ലാവരുടെയും നിസ്കാരങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും തെറ്റുകുറ്റ പോരായ്മകളുണ്ടെങ്കിൽ അവൻ്റെ മഹത്തായ ഫള് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നിസ്കരിക്കുമ്പോൾ ആ സമയത്ത്, ആ കറക്റ്റ് സമയത്ത് തന്നെ നിസ്കരിക്കുക. അതായത് ബാങ്ക് വിളിച്ച് ആ ഒരു 5 മിനിറ്റിനുള്ളിൽ നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും അഫ്ളലായിട്ട് വേറൊരു കാര്യവുമില്ല. സുബ്ഹ് ആണെങ്കിലും ളുഹ്റാണെങ്കിലും അസ്റാണെങ്കിലും മഗ്‌രിബാണെങ്കിലും ഇശാ ആണെങ്കിലും അത് ആ സമയത്ത് തന്നെ നിസ്കരിക്കുക. അടുത്ത നിസ്കാരം വരെ സമയമുണ്ടല്ലോ, അപ്പോഴെങ്കിലും നിസ്കരിക്കാം, അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിസ്കരിക്കാം എന്ന് മാറ്റി വെക്കുമ്പോൾ അതിന് ആ ഫള് ഇങ്ങനെ കുറഞ്ഞു വരികയാണ്.
പിന്നീട് നമ്മൾ മനുഷ്യന്മാരാണ്, പിന്നീട് അത് മറന്നു പോകാം. അതല്ലെങ്കിൽ നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ഉത്ബോധം വന്നിട്ട് അത് വിട്ടുപോകാം. കാരണം നമ്മൾ സ്ഥിരമായി ആ കറക്റ്റ് സമയത്ത് നിസ്കരിക്കുന്നവരായത് കൊണ്ട് ആ നിസ്കാരം പിന്നീട് മാറ്റി വെക്കുമ്പോൾ നിസ്കരിച്ചിട്ടുണ്ട് എന്നൊരു ഓർമ്മ വരും. അങ്ങനെ ആ നിസ്കാരം കള ആയി പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ എന്തെങ്കിലും ഒരു പരിപാടിയിലോ മറ്റൊരു വീട്ടിലോ പോവുകയാണെങ്കിൽ, അതല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും സൽക്കാരമുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ വീട്ടുകാരുടെ നിസ്കാരം കള ആയി പോകാതെ ശ്രദ്ധിക്കുക. ആ വീട്ടുകാർ പലപ്പോഴും ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, ആ വീട്ടുകാർ അല്ലെങ്കിൽ വിരുന്ന് പോകുന്ന ആളുകൾ അവർ ആ നിസ്കാരത്തിൻ്റെ സമയത്താണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് നിസ്കരിക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കുക, അല്ലെങ്കിൽ വിരുന്നുകാർ പോയിട്ട് നിസ്കരിക്കാം എന്ന രീതിയിൽ മാറ്റിവെക്കുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അത് ആ സമയത്ത് തന്നെ ചെയ്യുക. കാരണം വന്നിട്ടുള്ളവർക്കും അറിയാം നിസ്കാരത്തിനെ കുറിച്ച്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുക, അവരോട് നിസ്കരിക്കുവാൻ വേണ്ടി അവർക്കുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. പലരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എൻ്റെ ഒരുപാട് നിസ്കാരങ്ങൾ കളായിട്ടുണ്ട്, ഇനി ഞാൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ അള്ളാഹു സുബ്ഹാനഹു തആല വെറുക്കപ്പെട്ടവരിൽ പെട്ട ഒരാളാണ്. എൻ്റെ നിസ്കാരങ്ങളൊന്നും ഇനി നിസ്കരിച്ചാൽ റബ്ബ് സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല എന്നൊക്കെ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മുടെ റബ്ബ് സുബ്ഹാനഹു തആല കരുണയുള്ളവനാണ്, കാരുണ്യവാനാണ്, റഹ്മാനും റഹീമുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ, എത്ര നിസ്കാരങ്ങൾ നമുക്ക് കള ആയിട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മളെന്താക്കുക, റബ്ബിൻ്റെ മുന്നിൽ മാപ്പപേക്ഷിക്കുക, തൗബ ചെയ്യുക, ആത്മാർത്ഥമായി തൗബ ചെയ്യുക, നിസ്കാരം തുടങ്ങുക. ഓരോ നിസ്കാരത്തിന് ശേഷവും ഏത് നിസ്കാരമാണ് നിങ്ങൾ നിസ്കരിക്കുന്നത്, സുബ്ഹ് നിസ്കാരമാണെങ്കിൽ കള ആയ സുബ്ഹ് അതിൻ്റെ കൂടെ ഒരു നിസ്കാരം നിസ്കരിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തെ നിസ്കാരത്തിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് കള ആയിപ്പോയ ഒരു ദിവസത്തെ നിസ്കാരം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ ഒരു വർഷം നിസ്കരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കള ആയ നിസ്കാരങ്ങൾ നിങ്ങൾക്ക് നിസ്കരിച്ച് വീട്ടുവാൻ സാധിക്കും. ഇങ്ങനെ ശ്രദ്ധിച്ച് പോന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കള ആയ നിസ്കാരങ്ങൾ നമുക്ക് കള വീട്ടാൻ സാധിക്കും. പിന്നീട് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയോട് നിരന്തരം പൊറുക്കലിനെ തേടുകയും ചെയ്യുക. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ചിന്ത ഉപേക്ഷിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല എൻ്റെ നിസ്കാരങ്ങൾ ഇനി സ്വീകരിക്കില്ല എന്നുള്ള ആ ചിന്തയുണ്ടല്ലോ, അത് ഒഴിവാക്കുക. കാരണം റഹ്മാനും റഹീമുമാണ് റബ്ബ് സുബ്ഹാനഹു തആല. അവൻ നിങ്ങളെ സ്വീകരിക്കും. നിങ്ങൾ അവനിലേക്ക് മടങ്ങി വരുന്ന ആ നിമിഷത്തിനായി കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്നവർ ആരെങ്കിലും നിസ്കാരം സ്റ്റാർട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ നിമിഷം തൊട്ട് തുടങ്ങുക. ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങളെ സ്വീകരിക്കുന്നതായിരിക്കും. നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടുവാനുള്ള ചില ടിപ്സുകൾ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഖുർആനിൻ്റെയും ദിക്റുകളുടെയും അർത്ഥം മനസ്സിലാക്കി ചൊല്ലുക. അതിൻ്റെ ആശയം ഉൾക്കൊണ്ട് നിസ്കരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്താണ് ഓതുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അത് നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. അതുപോലെ തന്നെ മറ്റ് ദിക്റുകളാണെങ്കിൽ സുജൂദിലെയും റുക്കൂയിലെയും ഇഅ്തിദാലിൻ്റെയും ഒക്കെ ദിക്റുകളുടെ അർത്ഥം അറിഞ്ഞ് മനസ്സിലാക്കി ചൊല്ലുക. മറ്റൊരു ടിപ്സ് എന്തെന്ന് വെച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ നിസ്കാരം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിൽ കരുതുക. അങ്ങനെ ആവുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫീൽ നമുക്ക് ലഭിക്കും. ആ ഒരു ഫീൽ ഉണ്ടായാൽ ആ ഒരു ഭയഭക്തി നമ്മളെ ഉള്ളിൽ ഉണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഈ നിസ്കാരം എൻ്റെ അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്ന ഭയത്തോടു കൂടി നിസ്കരിക്കുക. കാരണം അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാവുക, നമ്മുടെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കയ്യിലാണ്. അടുത്ത നിമിഷം അടുത്ത നിസ്കാരത്തിൻ്റെ സമയത്ത് നമുക്ക് നിസ്കരിക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അപ്പോൾ ആ നിസ്കരിക്കുന്ന നിസ്കാരം അവസാനത്തെ നിസ്കാരമായിരിക്കുമോ എന്നുള്ള ഒരു ഭയത്തിൽ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഓരോ തവണ സുജൂദ് ചെയ്യുമ്പോഴും സുജൂദിൽ എൻ്റെ അള്ളാഹ് എൻ്റെ മുന്നിലുണ്ട് എന്നുള്ള ആ ഒരു മനസ്സിന് നിയത്തോടു കൂടി ചെയ്യുക. ആ ഒരു മനസ്സിൽ ഉൾക്കൊണ്ട് സുജൂദ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നിസ്കാരത്തിൽ ഒരു
ഖുശൂ ഉണ്ടായിരിക്കുന്നതാണ്. മറ്റൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വലതുഭാഗത്തെ സ്വർഗവും ഇടതുഭാഗത്ത് നരകവുമാണെന്ന ചിന്തയിൽ നിസ്കരിക്കുക. ഇങ്ങനെ ചെയ്താൽ ഒരു ശ്രദ്ധ നമ്മളിലുണ്ടാകും. നിസ്കാരത്തിൽ ഒരു ശ്രദ്ധ ചെലുത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോന്നാൽ നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നിസ്കാരത്തിന് നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒളു എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഒരു ശ്രദ്ധ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത് നിസ്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയെ കണ്ടുമുട്ടുവാൻ പോകുന്ന ഒരു നിമിഷമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുവാൻ പോവുകയാണ് എന്നുള്ള ഒരു ആകാംക്ഷ കൊടുത്ത് ഒളു എടുക്കുക. അതല്ലാതെ ഒരു ശ്രദ്ധയുമില്ലാതെ എവിടൊക്കെയോ കഴുകി പോകുന്നൊരു അവസ്ഥ ഉണ്ടാകരുത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ അമലുകളും സ്വീകരിക്കുമാറാകട്ടെ. നിസ്കാരം ഖളാ ആകാതെ 5 വക്തും അതിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.